അപ്പം എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പം ഇത് കണ്ട മക്കളെ, 2 ഉണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. ഇവനെ നല്ല അടിപൊളിയായിട്ട് ഉപ്പിൽ വേവിച്ച് കഴിക്കാം മക്കളെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കളെ, കുമ്പളങ്ങ ഉപ്പിൽ വേവിച്ചത്. നല്ല അടിപൊളി കിടിലൻ കിടുകാച്ചി കുമ്പളങ്ങ മക്കളെ. ഓഹ് എൻ്റെ മക്കളെ, വേറെ ലെവല്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ മക്കളെ. നല്ല പോലെ തൊലിയൊക്കെ നല്ല ചെത്തി ചീവി അങ്ങോട്ട് എടുക്കാം മക്കളെ. ഈ തൊലിയും കറി വെച്ച് തിന്നണവരുണ്ട് കേട്ടോ മക്കളെ. എൻ്റെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായി എൻ്റെ കുമ്പളങ്ങയുടെ തൊലി നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കോളിഞ്ചേട്ടന് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടി പീസാക്കി മക്കളെ. ഇത് കണ്ടാ മക്കളെ, ഒരുവിധം മീഡിയം നല്ല വലിയ പീസായിട്ടായിട്ടേക്കണത്. ഇതെടുത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങി കഴിക്കണം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം മക്കളെ, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, ഇത്തിരി വെള്ളം ഒഴിക്കാം മക്കളെ. ഉണ്ട് വേറെ ലെവല്. നല്ലതാണ് മക്കളെ. ഇതേപോലെയൊക്കെ കഴിച്ചാണ്ടല്ല വയറിനൊരു ശാന്തിയായിരിക്കും. ആരും ഇതേപോലെ ഒന്നും കഴിക്കൂല. ഞാൻ പറയണ കോളിഞ്ചേട്ടൻ പറയണത് എൻ്റെ മക്കളോട് ഇതേപോലെയൊക്കെ കഴിക്കണം. കുമ്പളങ്ങയൊക്കെ ഇടയ്ക്ക് പുഴുങ്ങിയൊക്കെ കഴിക്കണം കേട്ടോ. ചെയ്യോ ഇതേപോലെയൊക്കെ? അപ്പോൾ ഓക്കെ മക്കളെ, ഈ കപ്പ കാച്ചിരി ചേമ്പൊക്കെ വേവിച്ചില്ലേ, അതേപോലെ വേവിച്ച് ഉപ്പും മുളക് പൊടിയും, ഉപ്പും മുളക് പൊടിയല്ല, ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചടിച്ചോ, നല്ല ശരീരത്തിന്. അപ്പോൾ ഓക്കെ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, കോളിഞ്ചേട്ടൻ്റെ കൂടെ വരിക.